തൃക്കാരിയൂർ, നേര്യമംഗലം തുടങ്ങിയ പുതിയ ഗ്രാമപഞ്ചായത്തുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് നീളും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെ പുനർവിഭജനത്തിന് തീരുമാനമെടുത്ത സർക്കാർ പുതിയ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം തൽക്കാലം വേണ്ടെന്ന് വെച്ചതായാണ് സൂചന. സാമ്പത്തിക പ്രതിസന്ധിയാണ് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തിന് വിലങ്ങുതടിയാകുന്നത്. തൃക്കാരിയൂർ ഗ്രാമപഞ്ചായത്തും നേര്യമംഗലം ഗ്രാമപഞ്ചായത്തും രൂപീകരിക്കണമെന്ന ആവശ്യമുയർന്നു തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായതാണ്. ആവശ്യം യാഥാർത്ഥ്യമാക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡ് പുനർവിഭജനത്തിന് സർക്കാർ തീരുമാനമെടുക്കുകയും തുടർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പുതിയ പഞ്ചായത്തുകളുടെ രൂപീകരണത്തിനുള്ള തീരുമാനം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പായി പുതിയ പഞ്ചായത്തുകളുടെ രൂപീകരണം ഉണ്ടാകില്ല. സ്വാഭാവികമായും തൃക്കാരിയൂർ, നേര്യമംഗലം പഞ്ചായത്തുകളും തൽക്കാലം രൂപീകരിക്കപ്പെടില്ല. സാമ്പത്തിക പ്രതിസന്ധിയാണ് സർക്കാരിന്റെ നിലപാടിന് കാരണം. 2015 തിരഞ്ഞെടുപ്പിന് മുമ്പായി പഞ്ചായത്ത് രൂപീകരണത്തിന്റെ നടപടികൾ അവസാന ഘട്ടത്തിലെത്തിയതാണ്. അതിർത്തി നിർണയം ഉൾപ്പെടെയുള്ള തർക്കങ്ങളും കോടതി ഇടപെടലും മൂലം നടപടികൾ നിർത്തിവെച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുമ്പ് കോവിഡ് പശ്ചാത്തലത്തിൽ നടപടികൾ തുടങ്ങിയതുമില്ല. അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പ് പുതിയ പഞ്ചായത്തുകൾ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിച്ചിരുന്നു. ഇതേക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സമിതിയെയും നിയോഗിച്ചിരുന്നു. എന്നാൽ വാർഡുകളുടെ എണ്ണം കൂട്ടി തൽക്കാലം ചർച്ചകളും നടപടികളും അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നെല്ലിക്കുഴി, പിണ്ടിമന, കോട്ടപ്പടി എന്നീ പഞ്ചായത്തുകളുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്താണ് തൃക്കാരിയൂർ പഞ്ചായത്ത് രൂപീകരിക്കാൻ ആലോചനയുണ്ടായിരുന്നത്. കവളങ്ങാട്, കുട്ടമ്പുഴ, അടിമാലി എന്നീ പഞ്ചായത്തുകളുടെ ഭാഗങ്ങളാണ് നേര്യമംഗലം പഞ്ചായത്തിൽ ഉൾപ്പെടേണ്ടിയിരുന്നത്. ജനസാന്ദ്രതയും വിസ്തൃതിയും കണക്കിലെടുത്താണ് നിലവിലെ പഞ്ചായത്തുകൾ വിഭജിച്ച് പുതിയ പഞ്ചായത്തുകളുടെ രൂപീകരണത്തിന് ഭരണതലത്തിൽ ആലോചന തുടങ്ങിയത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.